കടൽക്ഷോഭം രൂക്ഷമായതോടെ ആശങ്കയിലാണ് പൊന്നാനി പാലപ്പെട്ടി തീരത്തുള്ള 100ഓളം കുടുംബങ്ങൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ 500 മീറ്ററിലധികം തീരമാണ് കടലെടുത്തത്. വീടും കടലെടുക്കുമെന്ന ഭയത്താൽ താമസം മാറേണ്ട അവസ്ഥയിലാണ് പല കുടുംബങ്ങളും. പൊന്നാനി പാലപ്പെട്ടി ബീച്ചിലെ അവസ്ഥ ഇതാണ്. വീട് കടലെടുക്കാൻ ഇനി 50 മീറ്റർ ദൂരം മാത്രം. വീട്ടിൽ താമസിക്കാൻ കഴിയാത്തത് മാത്രമല്ല, സ്വന്തം ഭൂമി നഷ്ടമാകുന്ന അവസ്ഥയിലാണിവർ. 55 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, അത് കൊള്ളും. ഇപ്പൊ ഈ ഒരു വീട് മാത്രമുണ്ട്. നിൽക്കാൻ പറ്റില്ല, അത്രയും അവസ്ഥയിലല്ലേ വീട് ഇതാ കാണുന്നത്. ഒരു സഹായം സർക്കാരിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1/2 ഏക്കറോളം സ്ഥലം നഷ്ടമായിട്ടുണ്ട് പല കുടുംബങ്ങൾക്കും. മാറി മാറി വന്ന ഭരണ നേതൃത്വം വർഷങ്ങളായി പല പ്രഖ്യാപനങ്ങളും നടത്തി. പക്ഷേ അതൊന്നും ശാശ്വതമായ പരിഹാരമാകാത്തതിന്റെ സങ്കടവും ക്ഷോഭവും ഉണ്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ. 32 വർഷം മുന്നേ തീരദേശത്ത് ഭിത്തി MP ഗംഗാധരം MLA ആയിരിക്കുന്ന സമയത്ത് ഭിത്തി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒരുപാട് പടിഞ്ഞാറ് കടലിലാണ് കിടക്കുന്നത്. പക്ഷെ അതിന് ശേഷം അത് സംബന്ധമായിട്ടുള്ള ഒരു പുനർനിർമ്മാണം നടത്താനോ പേച്ച് വർക്ക് പോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താനോ മാറി വന്ന MP MLA ആർക്കൊണ്ടും ഇന്ന് വരെ ഇവിടെ സാധിച്ചിട്ടില്ല. പൊന്നാനി മണ്ഡലത്തിൽ ആകെ ഉള്ളത് 9.5-10 കിലോമീറ്ററിനുള്ളിലാണ് ആകെ കടൽ ഭിത്തിയുടെ നിർമ്മാണമായിട്ട് ആവശ്യമുള്ളൂ. ആകെ 10 കിലോമീറ്ററോളം. അപ്പോൾ അതിന് ബദൽ സംവിധാനം എന്ന് പറഞ്ഞാൽ അവർ 10 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. പക്ഷേ ആ 10 ലക്ഷം രൂപ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു സ്ഥലം, ഒരു 3 സെന്റ് സ്ഥലം, അതായത് 500 മീറ്ററിൻ്റെ അണ്ടറിലാണ് ഇവർക്ക് CRZ കൊടുക്കുന്നത്. ഈ 500 മീറ്ററിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവർ പറയുന്നത് 3.5 ലക്ഷം 4 ലക്ഷം ഒരു സെന്റിന് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ കിഴക്ക് ഭാഗം പോയിട്ട് സ്ഥലം എടുത്തു കഴിഞ്ഞാൽ പോലും ഈ പറയുന്ന 10 ലക്ഷം രൂപ കൊണ്ട് വീടും സ്ഥലവും കിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കടലിന്റെ സ്വഭാവം അറിയാത്തവരല്ല ഭരണകർത്താക്കൾ. പക്ഷേ തീരദേശത്തുണ്ടാകുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെങ്കിൽ കൃത്യമായ തീരുമാനവും ശക്തമായ നടപടിയുമാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ അതാണ് പാലപ്പെട്ടി തീരത്ത് ഇതുവരെ ഉണ്ടാകാത്തതും. കടലൊന്നിളകിയാൽ പാലപ്പെട്ടി കടലോരത്തെ ആശങ്ക ചെറുതല്ല. ഇനി അവർക്ക് വേണ്ടത് വാഗ്ദാനങ്ങളല്ല, ശാശ്വതമായ നടപടികളാണ്. ആശങ്ക അകറ്റാൻ അതുമാത്രമേ ഇനി അവർക്ക് മുന്നിൽ വഴികളുള്ളൂ. ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.